ഈ വില കണ്ടുകൊണ്ട് കുറച്ച് കർഷകർ പെട്ടെന്ന് ഈ കപ്പ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പറിക്കാറാകുമ്പം ഇതിന് വില പൊട്ടാനാണ് സാധ്യത കൂടുതലും. ഗ്രന്ഥത്തിലെ പശു പുല്ല് തിന്നിയാലെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് കളിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കളിക്കുന്ന ആരാന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും കളി നടക്കുന്നുണ്ട്. അതിന് തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ബോബി, പൈനാപ്പിൾ കൃഷിയൊക്കെ നിർത്തിയിട്ട് കപ്പ കൃഷിയിലേക്ക് മാറിയോ? പൈനാപ്പിൾ കൃഷി നിർത്തിയതല്ല. ഇപ്പോൾ പൈനാപ്പിളിനെല്ലാം സ്ഥലം കിട്ടണമെങ്കിൽ ഭയങ്കര പാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു വർഷത്തേക്ക് മാറി നിൽക്കുക. അത് പൈനാപ്പിൾ കർഷകർ സംയുക്തമായി എടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ ബോബി തന്നെ എടുത്ത തീരുമാനം? ഈ പോക്ക് കണ്ടിട്ട് ഇതത്ര ശുഭകരമല്ലാത്ത രീതിയിലാണ് പോക്ക്. അപ്പം വിലസ്ഥിരതയില്ല. നമ്മൾ അമിത പണം മുടക്കി വിളവ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പം അതിനൊന്നും വില കിട്ടുന്നില്ല. അപ്പം പകുതി സമയത്തും വിലയില്ല, വില കൂട്ടി കിടക്കുക. അപ്പോൾ ഒരു മാസത്തിൽ ഒരാഴ്ച അങ്ങനെ വില നിൽക്കും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് സാധനം ഉള്ളപ്പം വിലയില്ല. അപ്പോൾ ഈ 20 രൂപയ്ക്കും താഴെ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു കളികളാണ്, അന്തർനാടകമുണ്ടല്ലേ, അണ്ടർഗ്രൗണ്ട് കളിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കളിക്കുന്ന ആരാന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും കളി നടക്കുന്നുണ്ട്. അതിന് തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കപ്പയ്ക്ക് ഇപ്പം വിലയുണ്ടോ? കപ്പയ്ക്ക് ഇപ്പോൾ സാമാന്യം നല്ല വിലയുണ്ട്. ഇപ്പോൾ ഒരു 25 രൂപ നമുക്ക് നമ്മുടെ സൈറ്റിൽ കിട്ടും, തോട്ടത്തിൽ കിട്ടും. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ 40 രൂപ കൊടുക്കണം. 40 രൂപ കൊടുക്കണം. അപ്പോൾ നിലക്കാരായി നമ്മളെ ചൂഷണം ചെയ്യുന്നത് എപ്പോഴും. പിന്നെ എല്ലാവർക്കും ജീവിക്കണ്ടേ, ഒരു ജീവനോപാധിയായിട്ട് അവരും അപ്പോൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ 40 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 25 രൂപയ്ക്ക് നമുക്ക് 25 രൂപ കിട്ടും. 15 രൂപ രണ്ട് മറിഞ്ഞാൽ ഇത് കച്ചവടക്കാരൻ്റെ റീറ്റെയിലുകാരൻ്റെ കയ്യിലെത്തുന്നു. രണ്ട് പറഞ്ഞ ഇത് പറിച്ചെടുക്കുന്നതിനൊക്കെ ചിലവുണ്ടല്ലോ അല്ലേ? പറിച്ചെടുക്കുന്നതിനൊരു ചിലവ്. പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. 2-3 വർഷമായിട്ട് കപ്പയ്ക്കൊരു സ്ഥിരം വില നിൽക്കുന്നുണ്ട്. അപ്പം വലിയ വ്യത്യാസമില്ലാതെ ഒരു 20 രൂപ ആവറേജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഇവിടെ ഈ ഇതുകൂട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്ന ഒരു 3-4 ഫാക്ടറി അങ്ങനെ ഈ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ. അപ്പോൾ അവരിങ്ങനെ കപ്പ എടുക്കുന്നതുകൊണ്ടാണ് തീർത്തും വില പോകാണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു 6 രൂപ 7 രൂപയ്ക്കൊക്കെ വില പൊട്ടിയ സമയങ്ങളുണ്ട്. 7 രൂപയ്ക്ക് വില പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഇവിടെ കർഷകന് എന്തുമാത്രം സാധനം വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി പുറത്തേക്ക് കയറ്റി അയച്ചില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇത് വിപണിയില്ല. കപ്പയ്ക്ക് വിപണി ഒരു പ്രാദേശിക വിപണി എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. അപ്പം ബൾക്കായിട്ട് പുറത്തേക്ക് കയറിപ്പോയെങ്കിൽ മാത്രമേ ഇതിന് വില കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ ഒരു പരിശ്രമവുമില്ല. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പരിശ്രമം ഉണ്ടാകുകയാണെങ്കിൽ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അറബി രാജ്യങ്ങളിലേക്കും കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിന് വൻ സാധ്യതയുള്ളൂ. ഈ കപ്പ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പോൾ അത് ചിപ്സായിട്ടും മറ്റേ ചെണ്ടക്കപ്പയായിട്ടും എല്ലാം കയറി പോകുന്നുണ്ട്. അപ്പോൾ അത് സർക്കാർ തലത്തിൽ ഇതിന് ഒരു പരിശ്രമമില്ല. അപ്പം ഈ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഒരു സർക്കാരും ഇടതെന്നോ വലതോ ഇത് രണ്ടും കണക്കാണ്. ഒരു സംഭവമില്ല. ഇപ്പോൾ ഈ പൈനാപ്പിൾ നാട്ടിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തപ്പം സർക്കാർ ഇടപെടലൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ ഒരു വാഴക്കുളത്തിൽ ഇടപെടലുണ്ടായി. അപ്പോൾ അത് നിലനിർത്തി പോരാൻ സാധിക്കുന്നില്ലല്ലോ. അത് തന്നെ. അപ്പോൾ നിലനിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കെ കരുണാകരൻ എന്ന് പറഞ്ഞ ഒരു മഹാമേരുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വാഴക്കുളത്ത് അവിടെ ഫാക്ടറി ഉണ്ടായി. അപ്പോൾ വില തകരുമ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ, ജൈവ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ആക്കാൻ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോൾ അടച്ചുപൂട്ടി കൊടിയും കുത്തി പള്ളയും കയറി കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ അത് നശിച്ച് നാറാണക്കല്ല് പിടിച്ച് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഓരോ പരിപാടികളും. സർക്കാർ ചെയ്യുമ്പോൾ പേക്കുത്ത് കളിക്കുന്നുള്ളൂ. അപ്പം ജനത്തിന് ഒരു ഗുണവും കിട്ടുന്നില്ല. ഈ സർക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുക, നികുതി എവിടുന്നേലും ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് നികുതി പിരിച്ച് അവർക്ക് കൊടുക്കുക, മന്ത്രിമാർക്ക് സുഖിച്ച് നടക്കാൻ വേണ്ടി അവർക്കുള്ള പണം കണ്ടെത്തുക, ഈ രണ്ട് വ്യവസായികളെ താങ്ങുക. അപ്പോൾ ഈ 2-3 കാര്യങ്ങളല്ലാണ്ട് സർക്കാർ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനെതിരെ ജനരോഷം ഉണ്ടാവണം.
എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുള്ളൂ. അത് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കർഷകർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. കാരണം നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 30% കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഓരോ പഞ്ചായത്തിലും അവർക്ക് കിട്ടുന്നതിന് 30% കർഷകർക്ക് വേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിലെ പശു പുല്ല് തിന്നിയാലെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കർഷകർക്ക് വേണ്ടി വിഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഇവർ വർത്തമാനം പറയുന്നതേ ഉള്ളൂ. ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു കർഷകന് ഒരു ഗുണം കിട്ടിയതായിട്ട് ഞാൻ കേട്ടുകേൾവി പോലുമില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇവിടെ ആർക്കും ഗുണം കിട്ടിയിട്ടില്ല. അതായത് യഥാർത്ഥ കർഷകരിലേക്ക് ആ പൈസ എത്തിച്ചേരുന്നില്ല. അത് ഫണ്ട് മാറ്റി വിനിയോഗിക്കുന്നു, ഫണ്ട് മാറ്റി ചെലവഴിക്കുന്നു, കടലാസ് സംഘടനകളൊക്കെ ഉണ്ടാക്കി അടിച്ചു മാറ്റുന്നു. അപ്പോൾ അതൊക്കെ ഗ്രന്ഥത്തിലേ ഉള്ളൂ. വേറെ ജനത്തിന് കർഷകർക്കൊരു ഗുണം കിട്ടുന്നില്ല. യഥാർത്ഥ കർഷകൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായ വില കിട്ടണം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ഇടപെടലുണ്ടാകണമെന്നാണ് ബോബി ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു മെയിനായിട്ടുള്ള ഇടപെടൽ എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിലുണ്ടാകും. അപ്പോൾ ഈ കർഷകർ എന്തോരം ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ അതിനെ വിറ്റഴിക്കാനുള്ള വിപണി ഇപ്പോൾ സർക്കാർ തലത്തിൽ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തേക്ക് കയറ്റി വിടുന്നതിലും ഈ പ്രാദേശിക വിപണി കണ്ടെത്തുന്നതിലും സർക്കാർ ഈ വിഭവങ്ങളെല്ലാം സംഭരിക്കണം. അപ്പോൾ സംഭരിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കർഷകനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കപ്പകൃഷിയാണെങ്കിലും വ്യാപകമായിട്ട് ചെയ്യുന്നില്ലല്ലോ. ആര് പറഞ്ഞു? കപ്പകൃഷി ഇവിടെ ടണ്ണ് കണക്കിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് അപ്പോൾ ഇവിടെ വിപണി ഇല്ലാത്തതുകൊണ്ടാണ് കർഷകന് ഇതിൻ്റെ ഉൽപ്പാദനം കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വർഷം മുമ്പ് കുറച്ച് കപ്പകൃഷിക്ക് ഒരു 25 രൂപ വില വന്നപ്പം കർഷകരെല്ലാം കപ്പകൃഷിയിലേക്ക് തിരിഞ്ഞു. അപ്പം വില പൊട്ടി 10 രൂപയ്ക്കും താഴെ വന്നു. ആരും കൊള്ളാൻ ആളില്ല. കപ്പ പറിക്കാണ്ട് പറമ്പിൽ നിന്ന് പോയ ഒരു സംഭവങ്ങൾ ഈ സമീപകാലത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കപ്പ കൃഷി കുറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ 25 രൂപ വില ലഭിക്കുന്നത്. അപ്പോൾ അത് ഒരു ശാശ്വതമായ വിലയല്ല, എപ്പോൾ വേണേലും തകരാം. ഇപ്പം ഈ വില കണ്ടുകൊണ്ട് കുറച്ച് കർഷകർ പെട്ടെന്ന് ഈ കപ്പ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പറിക്കാറാകുമ്പം ഇതിന് വില പൊട്ടാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് കാലേ കൂട്ടി സർക്കാർ തലത്തിൽ ഈ കർഷകൻ്റെ വിഭവങ്ങൾക്ക് ഒരു സ്ഥിരവില കണ്ടെത്തക്ക രീതിയിൽ സർക്കാർ വിപണി കണ്ടെത്തണം. സർക്കാർ ഈ വിഭവങ്ങളെല്ലാം ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. വെട്ടുമ്പോഴേ ഇളമ്പക്കം നോക്കി വെട്ടണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താ അതിൻ്റെ സംഭവം? ഇളമ്പക്കം എന്ന് പറഞ്ഞാൽ വാവ് കഴിഞ്ഞ് വരുന്ന ഒരു ആദ്യത്തെ 2-3 ദിവസം പക്കമാണ്. അപ്പോൾ അന്ന് നമ്മൾ വിത്ത് കൊണ്ടൊക്കെ വെട്ടുവാണെങ്കിൽ വേരുകൂട്ട് കുറയുന്നൊക്കെയാണ് കാരണവന്മാർ പറയുന്നത്. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. ഇന്നിപ്പം പക്കമാണ്, അപ്പോൾ ഞാൻ വെട്ടിയിടുക. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മുടെ സമയം നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ പക്കത്തിലൊന്നും വാവിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. പക്ഷെ കുത്തിപ്പോകുന്നാണല്ലോ പറയുന്നത്. ഒന്നുമില്ല. അവനവൻ്റെ മനസ്സ് കുത്തിയാലെന്നാണെങ്കിൽ ഒരു തണ്ടും കുത്തിയല്ല, ഒരു സാധനവും കുത്തിയല്ല. അല്ലാണ്ട് വിദേശത്ത് വല്ലൊരു ഈ പക്കവും പാവും ഒക്കെ നോക്കുന്നുണ്ട്, ഒന്നുമില്ല. അവിടെ സ്ഥാനം കാണുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ലല്ലോ. എഞ്ചിനീയർമാർ പ്ലാൻ വരയ്ക്കും, കെട്ടിടം പണിയും. ഇവിടെയല്ലേ വാസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണിയുന്നത്. അപ്പോൾ കിഴക്ക് ദിശയിൽ നമ്മൾ ഏറ്റവും സൂര്യൻ ഉദിച്ച് വരുന്ന അഭിമുഖമായിട്ട് പെര പണിതാൽ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സൂര്യപ്രകാശം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അടിക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഒരു വാസ്തുശാസ്ത്രവും നമുക്ക് വിശ്വാസമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബോബിക്ക് വിശ്വാസമില്ല. ഇപ്പം നമ്മൾ ജനിച്ചത് ഏത് ദിവസമാണെന്ന് പലരും നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വാവ് നോക്കിയിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ അനന്തര ഫലവും നല്ലതായിരിക്കും. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഇതില്ലാത്ത ഒരു കഥയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈശ്വരൻ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതും എല്ലാം പരിപാലിക്കുന്നതും. അല്ലാണ്ട് വാവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. വാവും പക്കവും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവത്തെ കൂടുതലൊന്നുമില്ലല്ലോ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് ഈ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല, ഒരു മണ്ടുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.